മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഫ്ലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട കാര്യം ഹുക്കാണ്. ഹുക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ വലുപ്പത്തിലുള്ള വെറൈറ്റി ഹുക്കുകളുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതാണ് അനുയോജ്യം എന്ന് നോക്കിയിട്ട് ആ ഹുക്ക് വേണം സെലക്ട് ചെയ്യാനായിട്ട്. കരിമീനെ പോലെയുള്ള മീനുകൾ പിടിക്കാനായിട്ട് ചെറിയ ഹുക്കുകളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറ്. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ബെയ്റ്റ് പുറത്ത് കഴിഞ്ഞു. സ്പോട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. ഇതുപോലെ ചെറിയൊരു ഉണ്ടയാക്കി ഇട്ടാൽ മതി. ഓക്കെ കേസാണ്. കരിമീൻ, കുറുവ, അതുപോലെ തന്നെ സിലോപ്പിയൊക്കെ കയറി ഇതിൻ്റെ അകത്ത് പിടിക്കും. ചില സമയത്ത് നമ്മുടെ ചെറിയ രോഗു വരെ ഈ കൈച്ചൂണ്ടയിൽ ആൾക്കാർക്ക് കിട്ടാറുണ്ട്. പക്ഷേ അത് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ്റാലൊന്നും നടക്കില്ല, ഹുക്കാവും. പക്ഷേ അത് മിസ്സായി പോകാനാണ് പതിവ്. അപ്പോൾ നമുക്ക് നോക്കി നിൽക്കാം, നമ്മൾ ഫ്ലോട്ട് നിരീക്ഷിക്കാം. കരിമീനാവാൻ ചാൻസ് ഉണ്ട്. കൊത്തുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് ഓടാം. അങ്ങനെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഹുക്കപ്പിൻ്റെ ടൈമിങ് ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഫ്ലോട്ട് നിരീക്ഷിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുത്ത് മീനെ ലോക്കാക്കാൻ പറ്റത്തുള്ളൂ. നല്ല സൈസ് കുറുകളൊക്കെ ആയിരിക്കും വന്ന് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹുക്കപ്പിൻ്റെ ടൈമിങ് ഒരു സെക്കൻഡ് പോലും പാടാൻ പാടില്ല. അടിക്കുന്ന മീൻ മിസ്സായി കഴിഞ്ഞാൽ അവന് നൊന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ വന്ന് അടിക്കത്തില്ല. പിന്നെ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ മീൻ കിട്ടും, പക്ഷേ വേറെ മീനായിരിക്കും കിട്ടുക. അവൻ പേടിച്ച് ഓടിപ്പോയി കളയും. അപ്പോൾ നമ്മുടെ ഫ്ലോട്ട് നിരീക്ഷിക്കുക മാത്രമാണ് മീൻ കൊത്തുന്നതിൻ്റെ സിഗ്നൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത മീൻ കൊത്താൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. നല്ലൊരു മീൻ ഹുക്കപ്പായി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ പോകത്തില്ല. ഈ പോൾ റോഡിൽ കഴിച്ചുകൊണ്ടിട്ട് മീൻ പിടിക്കുന്നതിൻ്റെ ഫീല് ഒന്ന് വേറെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ചൂണ്ടക്കാരും ഇപ്പോൾ പോൾ റോഡ് ഉപയോഗിച്ച് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് കരിമീൻ പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പോൾ റോഡിൽ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സകല മീനുകളെ കടലിൽ നിന്ന് വരെ അടിച്ചേറ്റ് ഈ പോൾ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കൊത്ത് കിട്ടുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നല്ലൊരു മീൻ, മച്ചന്മാർ നല്ലൊരു മീൻ വന്ന് പിടിച്ചതായിരുന്നു. പക്ഷേ നമ്മുടെ ജസ്റ്റ് അവൻ അടിച്ച് താത്തി അവൻ ഇതെടുത്തിട്ട് പോയി. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടിക്കുക എന്തായാലും. അടുത്ത പേര് നമ്മൾ കുറക്കുകയാണ്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ സ്പോട്ട് ഒരിക്കലും മാറ്റരുത്. നമ്മുടെ ബെയ്റ്റ് എവിടെയാണോ വീഴുന്നത് അവിടെ തന്നെ മീൻ വരത്തുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് ഇട്ടിട്ട് പിന്നെ ഒരു 10 മീറ്റർ മാറ്റിക്കൊണ്ട് ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ പോലും മാക്സിമം ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ബെയ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കാം. ഉറപ്പായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ബെയ്റ്റ് ഇറക്കിയിരിക്കുകയാണ്. വെയിറ്റിങ്ങിലാണ്. അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മീൻ അടിച്ച് താത്തുന്നത് നോക്കി നിൽക്കുകയാണ് ഫ്ലോട്ട്. ഏകദേശം വേണമെങ്കിലും ഒരു തകർപ്പം മീൻ അടിക്കാം. വലിയ മീനൊക്കെ അടിക്കണമെങ്കിൽ ചിലപ്പോൾ അടിച്ചങ്ങ് താത്തിക്കൊണ്ട് പോകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ചെറിയ മീനൊക്കെ കൊത്തി നിൽക്കത്തുള്ളൂ. അത് നമുക്ക് കുറച്ച് പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഹുക്കപ്പ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹുക്കപ്പ് കൊടുക്കാൻ റെഡിയായിട്ട് സെറ്റായിട്ട് നിൽക്കുവാണ്. നല്ലൊരു സ്ട്രൈക്ക്, നല്ലൊരു തീപ്പൊരു സ്ട്രൈക്ക് ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വെയിറ്റ് കുത്തിക്കൊണ്ടുപോയി.